RSS നേതാക്കളുമായുള്ള അജിത് കുമാർ. നമസ്കാരം. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേരിൽ വരാവുന്ന കേസുകൾ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം നേരിട്ട് RSS നേതാക്കളെ ADGPയുടെ ബലത്തിൽ ബന്ധപ്പെട്ട് ആ കേസ് ഒഴിവാക്കാനുള്ള ചർച്ചകൾ നടത്തി എന്നുള്ളതാണ്. ഇനി അദ്ദേഹം തന്നെ BJPയിലേക്ക് പോകും എന്നുള്ള ചർച്ചകൾ തന്നെ സജീവമായിരിക്കുകയാണ് കേരളത്തിൽ. പക്ഷെ ഇത് പിണറായി വിജയന് മാത്രമുള്ള ഒരു പ്രിവിലേജാണ്. കാരണം അദ്ദേഹത്തിന് ഇത് നടപ്പാക്കുമ്പോൾ വേറെ ആരും അറിയാതെ നടപ്പാക്കാൻ അറിയില്ല. കാരണം ഇവിടെ ഇതിനു മുമ്പ് പോയവരെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ AK ആന്റണിയുടെ മകൻ അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അത് BBC-യുടെ വാർത്താ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായപ്പോൾ ആ വാർത്താ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ആരെങ്കിലും സംശയിച്ചു? ഒരാൾ പോലും സംശയിച്ചില്ല. കാരണം സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം AK ആന്റണിയുടെ മകനാണ് എന്നുള്ളത് കൊണ്ടും വളരെ പാരമ്പര്യമുള്ള കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് കൊണ്ടും അങ്ങനെ ഒരിക്കലും സംശയിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമുക്കറിയുന്ന പോലെ പല കോൺഗ്രസിന്റെ വലിയ സമുന്നത നേതാക്കൾ തന്നെ പോയിരിക്കുന്നു BJPയിലേക്ക്. ആരെങ്കിലും ആരോടെങ്കിലും ചർച്ച നടത്തിയിട്ടോ പോകുമെന്ന് പറഞ്ഞിട്ടോ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടോ ഒന്നുമല്ല പോയിട്ടുള്ളത്. അവരങ്ങോട്ട് പോണു. ഏറ്റവും അവസാനം പത്മജ വേണുഗോപാൽ പോകുന്നത് K കരുണാകരന്റെ മകളാണ് പോകുന്നത് എന്ന്. പക്ഷെ എന്ത് കാര്യം, അദ്ദേഹവും പോയി. സെൻകുമാർ DGP ആയിരിക്കുമ്പോൾ അദ്ദേഹം പോവാനായിട്ട് വെച്ചത് ആരെങ്കിലും അറിഞ്ഞു? ഇല്ല. ജേക്കബ് തോമസ് അദ്ദേഹം പ്രഗത്ഭനായ ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹം പോകുമ്പോൾ ആരെങ്കിലും അറിഞ്ഞോ? ആരും അറിഞ്ഞില്ല. ഈ ചർച്ചകളൊക്കെ രഹസ്യമായിട്ട് നടത്താൻ കഴിയുന്ന RSS പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച രഹസ്യമായിട്ട് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ മുഴുവൻ വിവാദമാണ്. ഇപ്പോൾ വിവാദങ്ങളെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് മുൻപിൽ അറിയാവുന്ന ഒരു കഥയുണ്ട്. അത് AKG സെന്റർ ആക്രമണം, പിണറായി വിജയന്റെ പേരിലുള്ള കേസുകൾ, അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള കേസുകൾ, അത് ഒതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി AKG സെന്റർ സ്വയം ആക്രമിച്ചതാണ് എന്നുള്ള ഒരു നരേഷൻ നമ്മൾ കേട്ടുല്ലോ. അതില് IP ബിനു എന്ന് പറഞ്ഞ ഒരു CPM-കാരനാണ് അത് ആക്രമിച്ചത് എന്നുകൂടി പറഞ്ഞു. അപ്പൊ പിന്നെ ചില്ലറ കഥയല്ലല്ലോ. കഥകൾ ഇനിയും കുറേ പറയാനുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് സ്വയം ആഴക്കടൽ മത്സ്യബന്ധനം അത് കേന്ദ്രത്തിന്റെ പരിഗണനയിൽ മാത്രമുള്ള വിഷയമാണ്. പക്ഷെ മേഴ്സിക്കുട്ടിയമ്മ അതെന്ത് ചെയ്തു? അത് വിദേശ കമ്പനികൾക്ക് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആഴക്കടൽ മത്സ്യബന്ധനം അങ്കമാലിയിൽ മാത്രം ഓഫീസുള്ള അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനിക്ക് കൊടുത്തു എന്നുള്ള വൻ വാർത്ത. പ്രതിപക്ഷം ആ വാർത്ത കൊണ്ടുവന്നു. വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ ആ വാർത്ത ഏറ്റെടുത്ത് പോയത് ആരാണ്? ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് അതുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ കൊണ്ടുവന്നു. ഇനി അത് മാത്രമാണോ? 4,86,000 വോട്ടുകൾ ഇവിടെ ഇരട്ട വോട്ടുണ്ട് CPM-ന്റെ എന്ന് പറഞ്ഞ വാർത്ത കൊണ്ടുവന്നു. അങ്ങനെ വാർത്താ പരമ്പരകളാണ്. ഇതിന്റെ ഇടയിൽ തന്നെ ഇപ്പോൾ ഏഷ്യാനെറ്റ് മറ്റൊരു നാടകം ഉണ്ടായി. ഏറ്റവും അവസാനം അത് സിനിമേനെ തകർക്കാൻ, പിണറായി വിജയന് മാത്രം എതിരെയൊന്നുമല്ല കേട്ടോ വാർത്ത ഉണ്ടാവുക. ഇന്ത്യയിൽ തന്നെ സിനിമയിൽ ആയി ബന്ധപ്പെട്ടിട്ട് അതിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും കമ്മിറ്റീനെ വെക്കുകയും സിനിമയുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുള്ളത് കേരളത്തിലാണ്. നമുക്കറിയാം, പുതിയ കാലത്ത് ഇപ്പം ഞാൻ TV-യിൽ കുമ്പളങ്ങി നൈറ്റ്സ് കാണുമായിരുന്നു. സിനിമ മൊത്തത്തിൽ മാറി. കാരണം പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ കുറെ ആഡംബരങ്ങളും ഗ്ലാമറും മാത്രമാണ് സിനിമയുടെ ഭാഗമായിരുന്നു എന്ന് വെച്ചാൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല. അതൊന്നും വലിയ പ്രാധാന്യം ഇല്ലാണ്ട് സിനിമ മാറി, കാഴ്ചപ്പാടുകൾ മാറി. ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, നമ്മളിപ്പോ സാധാരണ സിനിമയിൽ നിന്ന് അഭിനയിച്ചു വരുന്നവർ പറയില്ലേ, ആണത്വം ഉണ്ടായിരിക്കണം, ഇതൊന്നും വേണ്ട, മനുഷ്യനായിരിക്കണം എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറുന്ന സിനിമയുടെ ഈ കാലത്താണ് ഈ പഴയ വാർത്തകൾ കൊണ്ടുവന്ന് സിനിമയെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. ആസൂത്രിത ശ്രമമാണെന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാല് പൃഥ്വിരാജിന്റെ സെറ്റിൽ പീഡനം നടന്നു എന്നുള്ള വാർത്ത, ആ വാർത്ത ഏഷ്യാനെറ്റ് കൊണ്ടുവരികയാണ്. അതിന് കൊണ്ടുവരുന്ന ആരോപണം അത് ഇവിടെ വെച്ച് നടന്നതല്ല, ഹൈദരാബാദിൽ വെച്ച് നടന്നതാണ്. ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ സംഭവം ആരോപണം തന്നെയുള്ളത്, കേസുള്ളത്. പക്ഷെ അത് എത്തിക്കുന്നത് എവിടെയാണ്? സെറ്റിൽ എന്നാണ്. പിന്നീട് അടുത്ത ഒരു കാരവൺ ആരോപണമാണ്. അത് കൊണ്ടുവരുന്നത് നമുക്ക് അറിയാം, പ്രമുഖ നടിയാണ് രാധിക ശരത് കുമാർ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവർ BJPയുടെ നേതാവാണ്. അപ്പോ അത് മാത്രല്ല, അടുത്തൊരു ആരോപണം പറഞ്ഞു വരാനുണ്ടായിരുന്ന അവസാന ടൈമിൽ പറഞ്ഞു വരുന്നത് സുമലതയാണ്.
അവരും BJP-യുടെ നേതാവാണ്. എങ്ങനെ ഇവര് നിഷ്പക്ഷരായി സിനിമാക്കാരായിട്ടുള്ള പഴയ കാലം ഇപ്പോൾ വന്നിങ്ങനെ നിഷ്പക്ഷമായിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് BJP-യുടെ ചാനൽ ഉടമസ്ഥതയിലുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ MP-യുടെ, നിലവിൽ MP അല്ല, അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള, കേരളത്തിൽ ഒരു ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ അത് പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിന്റെ ഭാഗമായി ഹമാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണെന്ന് 2 മണിക്കൂറിനുള്ളിൽ പ്രസ്താവന നടത്താൻ കഴിയുന്ന, ഇനി PFI എന്ന് ഒരു സൈനികന്റെ പുറത്ത് ചാപ്പ കുത്തി എന്നുള്ള ആരോപണം വരുമ്പോൾ തന്നെ യാതൊരു വക ബുദ്ധിമുട്ടില്ലാതെ അത് കേരളം ഇങ്ങനെയാണെന്ന് പറയാൻ കഴിയുന്ന രാജീവ് ചന്ദ്രശേഖറിന് യാതൊരു കുറ്റവും കൽപ്പിക്കാത്ത ഏഷ്യാനെറ്റ് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം എന്ന് തന്നെയാണ്. ഏതൊരു പ്രശ്നം ഉണ്ടായാലും നമുക്കറിയുന്ന പോലെ തന്നെ 2 ദിവസം വെയിറ്റ് ചെയ്യാം. ഇനി ഇടതുപക്ഷക്കാരെ ആരെങ്കിലും തന്നെ BJP-ക്ക് അനുകൂലമായ തീരുമാനമെടുത്താൽ ഏതെങ്കിലും ഇടതുപക്ഷക്കാരൻ അദ്ദേഹത്തെ അനുകൂലിക്കുമെന്ന് മനുഷ്യരാരെങ്കിലും കരുതുന്നവരുണ്ട്. അത് ഏഷ്യാനെറ്റില് രാജീവ് ചന്ദ്രശേഖറിന്റെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളും അതേപോലെ തന്നെയാണല്ലോ ഇപ്പൊ മാതൃഭൂമിയുടെ അവസ്ഥയും. അവരൊക്കെ ആയിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.